ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രാക്കുള. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ എപ്പിസോഡ് 4 ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്ക് മൈനിങ്ങിന് പോവുക, അതിനാണ് നമ്മുടെ പണി. പിന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ചിട്ടായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇനി നമുക്ക് അങ്ങോട്ട് മൈനിങ് പോകാൻ കരുതിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ആ കേവിക്ക് മൈനിങ്ങിന് പോവാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് കേവിൽ നിന്ന് കിട്ടിയ അയൺ കൊണ്ട് തുടങ്ങാം. ഇനി അവിടെ കുറച്ച് അയണുണ്ട്, പിന്നെ ഇവിടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, അവിടെയും പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് അയണുണ്ട്. പിന്നെ ഇടയ്ക്ക് ചേച്ചിക്ക് ഒരു കോളിൻ്റെ വേന കിട്ടി, അതും നമുക്ക് എടുക്കാം. ഇനി അടിയിലേക്ക് പോകുന്തോളും ടോർച്ചിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട്, അതുകൊണ്ട് അത് നമുക്ക് ഉണ്ടാകാം കുറച്ച്. നമ്മുടെ കയ്യിൽ വുഡില്ല, മിക്കവാറും വുഡിൻ്റെ വുഡ് എടുക്കാൻ പോകേണ്ടി വരും. തൽക്കാലത്ത് നമുക്ക് ഈ 2 വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് നമ്മുടെ കിട്ടിയ അയൺ സ്മെൽറ്റ് ചെയ്തിട്ട് അയണിൻ്റെ പിക്കാക്സും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്നിനെ ഫസ്റ്റ് റെഡിയാക്കി വയ്ക്കാൻ നല്ലതാണ്. നമ്മൾ അയണിൻ്റെ ഒരു പിക്കാക്സ് ഉണ്ടാക്കി, അതുപോലെ തന്നെ കുറച്ച് കോഡ് മൈൻ ചെയ്തു. അപ്പോഴേക്കും ഗൈസ് വുഡ് മൈൻ ചെയ്യാനുള്ള ഏർപ്പാടിൽ അങ്ങോട്ട് പോയി. പക്ഷെ അപ്പോഴേക്ക് രാത്രിയായി. ഇവിടെ മോൺസ്റ്ററൊക്കെ ഉണ്ട് അടുത്തെന്നാണ് പറയുന്നത്. ഞാൻ ഗൈസ് പുറത്ത് സോംബിയൊക്കെയാണ് ഓടിയിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ഡേ 32 കഴിഞ്ഞ് ഡേ 33 ഉണ്ട്. നമ്മൾ ഈ സീരീസിന് 33 ദിവസം സർവൈവ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ആ കാട്ടിൽ നമ്മളായിട്ടുണ്ടാക്കിയ കാട്ടിൽ നിന്ന് കുറച്ച് വുഡ് കളക്ട് ചെയ്യാം. ഇപ്പം എന്താ ചത്തില്ലേ? ഇപ്പം കുറേ നേരമായി ഉരുകണ ശബ്ദം കേൾക്കുന്നുണ്ട്. ചത്തിട്ടില്ല ഒന്നും. ഒരെണ്ണം ചത്തപ്പൊളിക്കുന്നത് അടുത്തത് കയറുന്നു. മറ്റേ ചെയിൻ മെയിലിൻ്റെ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട്. ചെയിൻ മെയിലിൻ്റെ ഹെൽമെറ്റാണ് തോന്നുന്നു. ഇതെന്ത് ശല്യമാണിത്. മറ്റേത് പൊട്ടിയപ്പോൾ വേറെയും പൊട്ടി. അത് കുഴപ്പമില്ല, നമുക്ക് തൽക്കാലത്തിന് ഇതൊന്ന് നോക്കി നോക്കാം. പക്ഷേ അത് നമുക്ക് എൻജോയ് ഉണ്ടെന്നുള്ളൂ. ചെയിൻ മെയിൽ ആർമറാണ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് കുറച്ച് വുഡ് ഉണ്ടാക്കാം. വുഡ് മൈൻ ചെയ്യാം. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മളിവിടെ നട്ട് വെച്ചതാണ്. ഇതൊക്കെ നമുക്കിനി മൈൻ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് പ്രോബബ്ലി കേവിക്കൊക്കെ പോയിട്ട് ഞാൻ നിങ്ങളെന്തായാലും കാണിക്കും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കുറച്ച് വുഡൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് നേരെ കേവിക്ക് പോവാം. ഈ വുഡ് നമുക്ക് വുഡ് കുറച്ചൊക്കെ തന്നെ മതിയാവും ഗൈസ്. അധികം വുഡിൻ്റെ അതൊന്നും ആവശ്യമില്ല. ഈ വുഡൊക്കെ വെട്ടിയിട്ട് ഇനി നമുക്ക് നടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചൊരു വുഡ് വെട്ടിയിട്ട് ഇനി നമുക്ക് നേരെ കേവിക്ക് പോവാം. ഇത്രയൊക്കെ വുഡ് നമുക്ക് ധാരാളമാണ്. എന്ത് കഷ്ടമാണത്. കേവിന് അത്ര ദൂരത്താണ് ഗൈസ്. എൻ്റെ വീട്ടിൽ നിന്നുണ്ടല്ലോ ഈ കേവിക്ക് കുറച്ച് ദൂരമുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നടക്കാനൊക്കെ പറ്റും. കേവിക്ക് ഇറങ്ങിയതുള്ളൂ, ഒരു ക്രീപ്പറിൻ്റെ മുമ്പിൽ നിന്ന് പൊട്ടി. അപ്പം തന്നെ കറക്റ്റ് ടൈമിലായിരുന്നു ഞാൻ ഷീൽഡ് ഉണ്ടാക്കിയത്. ഭാഗ്യമുണ്ട്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ചങ്ങായി കമൻറ്റ് ചെയ്തിരുന്നു എന്തൊക്കെയോ ചീറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാൻ ഈ വീഡിയോ മുമ്പേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതിനെ പറ്റി. കേസ് നമ്മൾ വലിയ ആളാവാൻ വേണ്ടി വാട്ടർ ബക്കറ്റ് ക്ലച്ച് നടത്തിയതാണ് കേസ്. പക്ഷേ നമ്മുടെ സ്കില്ല് കാരണം നമ്മൾ വാട്ടർ ബക്കറ്റ് ക്ലച്ച് ചെയ്ത് എന്തായാലും തോക്കും. നമുക്ക് വിടുന്നുണ്ടല്ലോ കുറേ അയ്യൺ കിട്ടുന്നുണ്ട് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, അത്യാവശ്യം അയ്യൺ നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ എത്രങ്ങാനും അയ്യണാണ് കേസ് നമുക്ക് ഇവിടെ കിട്ടണത്. ഇനി നമുക്ക് വേണമെങ്കിൽ അയ്യൺ കൊണ്ട് ഒരു ബേസ് വരെ ഉണ്ടാകാൻ കേസ്. കുറേ അയ്യൺ കിട്ടുന്നുണ്ട് ഇവിടുന്ന്. നമുക്ക് അവിടെ നേരത്തെ ഞാൻ കുറച്ച് കോളും ലാപ്പിസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എടുക്കാം. അത് നമുക്ക് എടുത്തിട്ട് നമുക്ക് ആക്കാം. ഇവിടെ ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് ലാവ പ്രൊട്ടക്റ്റ് ചെയ്യാണ് കേസ്. ഒരു ലാവ ഫ്ലോ ഒഴുകി വരുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും കൂടിയിട്ട് അയ്യോ ഇതെന്താ ഒരു ഭാഗത്ത് അടയ്ക്കുമ്പോൾ വേറെ ഭാഗത്തു നിന്ന് വരുന്നു. നമുക്ക് തൽക്കാലത്തിന് ഇവിടുത്തെ ലാപ്പീസ് നമുക്ക് കളക്ട് ചെയ്യാം. ഗോൾഡിൻ്റെ കാര്യം നമുക്ക് കുറച്ചായിട്ട് നോക്കാം, അതും നല്ലത്. ക്രീപ്പറിൻ്റെ ശല്യം ഉണ്ടല്ലോ, ഒരു ഒന്നൊന്നര ശല്യമാണ്. ഇതിൻ്റെ ഷീൽഡും പൊട്ടി, പുതിയ ഷീൽഡുണ്ട്, നമുക്ക് കൈ വെക്കാം. പിന്നെ കേസ് ആ ഗോൾഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഡീപ്പ് സ്ലേറ്റ് ലെവലിലേക്ക് ഞാൻ വന്നു. കുറച്ച് ലാപ്പിസും പിന്നെ നമ്മുടെ ഫസ്റ്റായിട്ടുള്ള റെഡ് സ്റ്റോണും നമുക്ക് കിട്ടി. നല്ലൊരു ഫൈൻഡായിരുന്നു. സിക്കി പിന്നെ ഇതും കൂടി കിട്ടിയിട്ടുണ്ട്. അയണില്ലേ, റോ അയൺ, അതും നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അയൺ ഇഷ്ടംമാതിരിയാണ് കിട്ടുന്നുണ്ട്. 38 ഈ മൈന് കഴിയുമ്പോൾ എത്ര കിട്ടുമെന്ന് ആർക്കറിയാം. പിന്നെ കോപ്പർ ഉണ്ട് ഗൈസ്. മോജാങ് കോപ്പർ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ട് കോപ്പറിനൊന്നും മറക്കാൻ പറ്റില്ല ഗൈസ്. ഇപ്പോൾ അങ്ങനത്തെ ഒരു ഉപയോഗമാണ്. ഇതുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ കേവ് എക്സ്പ്ലോർ ചെയ്യാം. ഇതേത് ഭാഗം? ഇത് നമ്മൾ വന്ന ഭാഗമല്ലേ? ഓക്കെ, അത് കാര്യമാക്കണ്ട, ചെറിയ മിസ്റ്റേക്കാണ്. നമുക്കിനി ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം.
ഈ അവിടെ ഒരു ആമത്തിസ്റ്റ് ജിയോയിഡ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ പോകാൻ നിൽക്കണ്ട, എപ്പിസോഡ് ലാസ്റ്റ് ആകുമ്പോൾ പോവാം. പിന്നെ ഈ ഗോൾഡ് ഞാൻ പൊറുക്കിടുന്ന അറിയാം, കുറേ ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കാനാണ്. നമ്മുടെ സാധാ ഫുഡൊന്നും നല്ല വർക്കൊന്നും ചെയ്യില്ല ഗീസ്. ഗോൾഡൻ ആപ്പിൾ എടുക്കണമാണ് ഗീസ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ഡ്രാഗനൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന റിസോഴ്സസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊക്കെ ഇഷ്ടംമാതിരി കിട്ടുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാർട്ടിലായി നിന്നിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ സീന് കട്ട് ചെയ്യണ്ടായിരുന്നു. പെട്ടെന്ന് വിറക്കലിന് കാണിക്കാൻ മറന്നു. ഒരു വിച്ചുണ്ടല്ലോ, പോയിസൺ അടിച്ചു. വിച്ചനെ കൊന്നു, പക്ഷെ മറ്റേ പോയിസൺ നമുക്ക് അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് കിട്ടി നമ്മുടെ സീരീസത്തെ ആദ്യത്തെ ഡയമണ്ടാണ്. ആദ്യത്തെ ഡയമണ്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ആ ഡയമണ്ടിനെ കാവലിക്കാൻ വേണ്ടിയിട്ട് ഒരു 1000 സോംബി ഉണ്ട്. ഡയമണ്ട് പൊട്ടിക്കില്ല. 2 വെയിന് അവിടെ ഒരു ഡയമണ്ട് ഉണ്ട്, അത് കാണാൻ പറ്റുമോ എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ഒരു ഡയമണ്ട് ഉണ്ട്, 2 ഡയമണ്ടും ഗോൾഡും. സീന് ഇവിടെ ഒരു ഡയമണ്ടല്ല, 2 ഡയമണ്ടിൻ്റെ വെയിനാണ്. ഞാൻ ഹെയ്റ്റ് പറയുന്നില്ല, നമുക്ക് ഫസ്റ്റ് ഒരു ഡയമണ്ടാണ് സീരീസത്തെ. ഇനി കുറച്ച് ഗോൾഡ് ഉണ്ട് അതിൻ്റെ അപ്പുറത്ത്, അതുകൊണ്ട് മൈൻഡ് ചെയ്യണം. ഇവിടെ എവിടെയെങ്കിലും ഡയമണ്ട് ഉണ്ടോ നോക്കാം ഗീസ്. ഒക്കെ നോക്കി വേണം പോകാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്സാക്കിയാലോ. നമുക്ക് ഇവിടെ ഒരു ഗോൾഡ് ഉണ്ടായിരുന്നു, അത് നമുക്ക് എങ്ങനെയൊക്കെ പിടിക്കണം. ഇന്ന് നമുക്ക് ഗോൾഡൻ ആപ്പിളൊക്കെ എടുത്ത് തകർക്കും ഗീസ്. ഗോൾഡൻ ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാഗനൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ അടിപൊളിയാണ്. അത്രയ്ക്കൊക്കെ പോകുമ്പോൾ പറയേ വേണ്ട, അടിപൊളിയാണ്. ഇവിടുത്തെ ഗോൾഡൊക്കെ എടുക്കാം, എന്നിട്ട് അവിടെ ഡയമണ്ടും റെഡ് സ്റ്റോണൊക്കെ ഉണ്ടാക്കാം, നമുക്ക് എടുക്കാം. ഈ ഗെയിം നല്ല ലൂട്ടുണ്ടല്ലോ. ഞാൻ പ്രതീക്ഷിച്ചേക്കാളിൽ ലൂട്ടുണ്ട് കേട്ടോ ഈ ഗെയിമിൽ. ആൻഡ് നമ്മുടെ അടുത്ത ഡയമണ്ട് നമ്മളങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. അടിയിൽ റെഡ് സ്റ്റോൺ ഉണ്ട്, അത് നമുക്ക് കുറച്ചെടുക്കാം. അതിന് 3 ഡയമണ്ട്, ഒരു പിക്കാക്സ് ഉണ്ടാക്കാനുള്ള ഡയമണ്ട് ആയിരുന്നു. ഇവിടെ കുറച്ച് അയണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് എടുത്തിട്ട് പോവാം. ഇനി നമുക്ക് ഡയമണ്ട് തപ്പണം. അയൺ ഇപ്പോൾ തന്നെ ഒരു സ്റ്റാക്കും പിന്നെ ഒരു സ്റ്റാക്കും എത്രയൊക്കെ ഉണ്ട്. നമ്മൾ അതിനൊക്കെ ഇപ്പോൾ റെഡ് സ്റ്റോണ്, അയൺ, ലാപ്പിസ് അങ്ങനത്തെ ബ്ലോക്കൊക്കെയാണ് ആക്കുന്നുണ്ട്. പക്ഷെ എന്ത് കാട്ടാനാണ് റിച്ച്. എന്നിട്ടോ ഇനി അയണാണ് ഇവിടെ ഒരു അയൺ ക്ലസ്റ്റർ കിട്ടി, അടിപൊളിയാണ്. നമുക്ക് 2 സ്ട്രിങ് വെച്ച് 2 ഇതുണ്ടാക്കാം, ബണ്ടിൽ. അതുകൊണ്ട് ബണ്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇനി നമ്മുടെ ബാക്കിയുള്ള അച്ചറ പിച്ചറ സാധനങ്ങളൊക്കെ ഇടാം. നമ്മുടെ സ്ഥലമെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ ഒഴിവാകും ഈ സ്ഥലം, അങ്ങനെയെങ്കിലും കുറച്ച് ഒഴിവാവട്ടെ. ഇവിടുത്തെ നമ്മുടെ ഡയമണ്ടൊക്കെ ഇടാം. പിന്നെ പറയാൻ പറഞ്ഞു, നമുക്ക് ആ 3 അല്ലാതെ 1 കൂടി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇടാം. ഡയമണ്ടോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിടാം. ഒരു സ്പെയർ അയൺ പിക്കാക്സ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ അയൺ പിക്കാക്സ് ഇപ്പോൾ തീരും. പിന്നെ ഒരു ഷീൽഡ് കൂടി ഉണ്ടാക്കി. ഇനി നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ഇനി നമുക്ക് തരാനായിട്ട് പോവാം. ഇവിടെ ഒരു ലാവ പൂള് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും കാണില്ല. ആൻഡ് എന്താണ് ഞാനിപ്പോൾ കാണുന്നത്, അടുത്തൊരു ഡയമണ്ട്. എന്താണ് എല്ലാം ഒരു വെയിനായിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഒക്കെ ഒരു വെയിൻ. ഇപ്പോൾ 5 ഡയമണ്ട് കിട്ടിയതിൽ ഒക്കെ ഒരു വെയിനുള്ളൂ. മോജാങ് പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നപ്പോൾ ഇത് നോക്കൂ, ഇത് ഒരു വെയിൻ തന്നെയാവും. മോജാങ് പുതിയ അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവന്നപ്പോഴേ ഡയമണ്ടിൻ്റെ ഇതൊക്കെ ഒരെണ്ണം തന്നെ ഡയമണ്ടിൻ്റെ ഫോർമേഷനൊക്കെ മാറ്റി തന്നു. ഒരു വെയിനൊക്കെ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. 6ാമത്തെ ഡയമണ്ട് ചെയ്യണം തോന്നുന്നു, അടുപ്പിച്ച ഒരു വെയിന്. കുഴപ്പമില്ല. അപ്പുറത്ത് ഇതാരത്? സോംബി വില്ലേജറാണ്. ഞാൻ പേടിച്ച് അതിൻ്റെ തല ഇങ്ങനെ ഏതോ മാതിരി കാണുമ്പോൾ വീണ്ടും കഴിച്ചു ഡയമണ്ട് കിട്ടി. നമുക്ക് ഇതെങ്കിലും ഒരു വെയിൻ ആവായിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് നോക്കാം. ദൈവമേ, നമ്മുടെ ലക്കായതുകൊണ്ട് കാക്കണമെന്ന് പറഞ്ഞാലും കാക്കൊന്നുമില്ല, കാക്കുകയൊക്കെ ചെയ്യും. ദൈവം നല്ലതാണ്. ഇനി ഇവിടുന്ന് ഇവിടെ നമുക്കൊരു ഡയമണ്ട് ഉണ്ട്, കാണാൻ പറ്റുമെന്ന് അറിയില്ല, അത് നമുക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ അയൺ ക്ലസ്റ്ററാണ് ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ അയൺ ക്ലസ്റ്റർ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഒരു അയൺ ക്ലസ്റ്റർ കാണുന്നത്. മൈൻക്രാഫ്റ്റിൽ അയൺ ക്ലസ്റ്റർ കണ്ടിട്ട് സാധനമുണ്ട്, ഭയങ്കര റെയറാണ്. ഈ ഓവർ വേൾഡിൽ കാണുന്ന ഫോസിലൊക്കെ ഇല്ല, അതുമാതിരി റെയറാണ്. അത് കിട്ടാൻ ഭയങ്കര ഭാഗ്യമാണ്. ഇവിടെ ഫുൾ അയൺ ക്ലസ്റ്റർ പറഞ്ഞ ഒരു സ്റ്റാക്ക് അയൺ, 2 സ്റ്റാക്ക് അയണൊക്കെ ഉണ്ടാവും, അത് നമുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഡയമണ്ട് ഉണ്ട്, നമ്മളെ കാത്തുകിരണ ഡയമണ്ടിനൊക്കെ നമ്മൾ എടുത്തേ പറ്റുള്ളൂ. ചില ഡയമണ്ടൊന്നും ഞാൻ കാണിക്കാറില്ല, ഞാൻ മാക്സിമം കിട്ടുന്ന ഡയമണ്ടൊക്കെ കാണിക്കാറുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ്. നമുക്കിപ്പോൾ 5 എണ്ണം കൂടി കിട്ടിയിട്ടുണ്ട്.
ടോട്ടൽ ഈ ബാഗിൽ 8 ഈ ബാഗിൽ 8 8 16 ഡയമണ്ട് നമുക്ക് ടോട്ടലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തരാം. ഓക്കെ ഗൈസ്, നമ്മുടെ അവിടുന്ന് എന്താ മാറ്റി എപ്പിസോഡിൽ ലാസ്റ്റ് എത്തുമ്പോൾ ജിയോയിലേക്ക് പോകാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് അമത്തിസ്റ്റ് ക്ലസ്റ്ററും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാം. അമത്തിസ്റ്റ് ക്ലസ്റ്റർ കുറച്ചൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. നമുക്ക് സ്പൈ ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കാം. ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. എനിക്ക് എത്ര ഡയമണ്ട് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയണോ? 16 വലിയ ഇതൊന്നുമില്ല, ഒരു 20 ഡയമണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അയോണൊക്കെ തീ പാറിക്കണം ഗൈസ്. ആ ക്ലസ്റ്ററാണ്ട് കിട്ടി കൊടുക്കണം. അയോണൊക്കെ തീ പാറിക്കണം എന്തൊക്കെ കിട്ടണം. നമുക്ക് മൈൻഡ് ചെയ്ത് ഒരു പിക്കാക്സ് വരെ പൊട്ടി. അയൺ പിക്കാക്സ് മൈൻഡ് ചെയ്തിട്ട് അത്രയ്ക്ക് അയൺ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സീരീസിൻ്റെ സ്റ്റോറേജ് ഇവിടെ പോയിട്ട് കാണിച്ചു തരാം. ആദ്യം കേസ് ഇനി ഇൻവെൻട്രി ഫുള്ള് ചവറായിട്ട് നടക്കാണ്. ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്യട്ടെ. ഈ ബണ്ടിലുള്ള സാധനമൊക്കെ ഇതിലുള്ളിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ഇതുണ്ടല്ലോ, ഇത് വെച്ചിട്ടൊരു സ്പൈ ഗ്ലാസ് ഉണ്ടാക്കാം. അടിപൊളി സ്പൈ ഗ്ലാസ് കിട്ടി. പട്ടീൻ്റെ പശുവിൻ്റെ മൂട് തന്നെ ആദ്യമായിട്ട് കാണുന്നു. സ്പൈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കാണണം പശുവിൻ്റെ മൂട്. നല്ല കോമ്പിനേഷൻ. രാത്രിയുണ്ട്, നമുക്ക് കടന്നുറങ്ങാം. നമുക്ക് നമ്മുടെ ബെഡ് എവിടെയെങ്കിലുമൊക്കെ മാറ്റി വെക്കണം. എന്ത് കഷ്ടപ്പാടത്. ഒരു ബെഡിൽ കടന്നുറങ്ങാമെന്ന് വെച്ചാൽ 10-20 പടി കയറണം. എന്തത് 18-ാം പടിയോ. നമുക്ക് ഇൻവെൻറ്ററൊക്കെ സ്ലോട്ട് ചെയ്ത് നമുക്ക് 20 ഡയമണ്ട്. പിന്നെ ഗോൾഡ് കാരണമല്ല, ഗോൾഡ് ഞാൻ കാണിച്ചാൽ എത്ര കിട്ടിയത് വെയിറ്റ് ചെയ്യും. നമ്മൾ മൈനിങ്ങിന് പോയത് സീൻ ട്രിപ്പായിരുന്നു. കണ്ടോ, 6 ബ്ലോക്ക് ഗോൾഡ്, 6 ബ്ലോക്കും ഇവിടെ ഒരു 6 ഗോൾഡും ഉണ്ട്. 6 ബ്ലോക്ക് ഗോൾഡ് പറഞ്ഞാൽ അത്യാവശ്യം കുറേ ഉണ്ട്. അയോണൊക്കെ സീന്. നമുക്ക് കുറച്ച് ലാപ്പീസ് ഉണ്ട്, അത് വെച്ചിട്ട് ഒരു ബ്ലോക്ക് കൂടി ഉണ്ടാക്കാം. എന്നിട്ട് ആ ബ്ലോക്ക് നമുക്ക് ഇവിടെ വയ്ക്കാം. എത്ര അയൺ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചാൽ ഈ ബ്ലോക്കൊക്കെ ഒന്ന് സാധാ നോർമൽ അയണൊന്നും ആക്കട്ടെ ഞാൻ വേഗം. 3 സ്റ്റാക്കും 15 അയണും 3 സ്റ്റാക്കും 15 അയണും നമുക്ക് കിട്ടി. ലാഭം പറഞ്ഞാൽ മുഴുത്ത ലാഭം, മൂട്ടിന്ന് വരാത്ത മുഴുത്ത ലാഭം. സീനായിരുന്നു. നമുക്ക് എന്താ ഇപ്പോൾ പറയാൻ നിൽക്കണ്, നിങ്ങൾ കണ്ടാൽ മതി. പറയാനൊന്നും പ്രത്യേകിച്ചില്ല. ഇവിടെ റെഡ് സ്റ്റോൺ 23 ബ്ലോക്ക് കേസ്. അയേൺ എത്ര കിട്ടി അത്രയും അളവിൽ റെഡ് സ്റ്റോണും കിട്ടി. അത് അടിപൊളിയായിരുന്നു. ഇനി നമുക്കൊരു ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കാം. ഷുഗർ കെയിൻ ഫാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം, കാരണം നമ്മുടെ കയ്യിൽ ഷുഗർ കെയിൻ ഇല്ല. അതിന് മുമ്പ് നമ്മുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഡയമണ്ടിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. നമുക്ക് ഈ പ്ലാങ്ക്സ് ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കാം. എന്നിട്ട് സ്റ്റിക്കും കൊണ്ട് ഒരു പിക്കാക്സ് ആദ്യം ഉണ്ടാക്കാം, ഒരു സോഡും കൂടി ഉണ്ടാക്കാം, പിന്നെ ഒരു ആക്സും കൂടി. തൽക്കാലത്തിന് ഇത്ര മതി. നമ്മുടെ അയൺ ടൂൾസൊക്കെ അതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. ഇനി ഫുള്ള് നമ്മൾ ഡയമണ്ടിൻ്റെ സെറ്റപ്പിനേഷനും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇക്കൊരു ഇതുകൂടി വേണമെങ്കിൽ ചെസ്റ്റ് പ്ലേറ്റ് കൂടി ഉണ്ടാക്കണം. ഞാൻ എന്തിനാ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഡയമണ്ട് അതിൻ്റെ ഉള്ളിലല്ലേ വെക്കാനുള്ളത്. ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കണം, വെറുതെ അതിൻ്റെ ഉള്ളിൽ വെച്ചാണ്. ഒരു ചെസ്റ്റ് പ്ലേറ്റ് കൂടി ഉണ്ടാക്കാം. ഇതെന്താവാത്ത ഓക്കെ. സീന്. ഇനി നമുക്ക് നമ്മുടെ അയണും ബാക്കിയുള്ള ടൂൾസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ സീനായിട്ടുണ്ട്. ഡയമണ്ടിൻ്റെയൊക്കെ ആദ്യമായിട്ടാണ് ഹാർഡ് കോർ സീരീസിൽ ഡയമണ്ടിൻ്റെയൊക്കെ സംഭവം കിട്ടുക പറയണത്. ഇത് കാട്ടാനാ പ്രോയായ എന്താ കാട്ടുക. ഇവിടെ കുറച്ച് വീറ്റും കാര്യങ്ങളൊക്കെ വളർന്നു. ഒക്കേൻ്റെ മുടിയും തലയും വാലൊക്കെ വെട്ടിക്കളയാം. ബാക്കി വളരാത്തതൊക്കെ അങ്ങോട്ട് വയ്ക്കാം. നമുക്ക് വെട്ടിയിട്ട് കുറച്ച് സീഡും കാര്യങ്ങളൊക്കെ കിട്ടി, അത് നിരത്തി വിടാണ്ട് വയ്ക്കാം. പിന്നെ ഇയാളാരാന്നൊന്നും എൻ്റെ അടുത്ത് പറയരുത്, അത് എനിക്കറിയില്ല. ഇതൊക്കെ എങ്ങനെ വരുന്നതെന്ന് കൂടി അറിയില്ല. പിന്നെ ബെഡ് റോക്ക് അഡിഷനും ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നില്ല. അതിന് നൈസും തട്ടിക്കളഞ്ഞു. നമുക്ക് ഇവരിനൊക്കെ ബ്രീഡ് ചെയ്യാം. നമുക്ക് ബുക്ക് ഷെൽഫിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. നമുക്ക് 8 ലെതർ കിട്ടിയിട്ടുണ്ട്. എന്തായാലും പോരാ, 8 ലെതർ എന്തായാലും തികയില്ല. ഞാൻ ലെതറൊക്കെ ഞാൻ തരൂ ചോദിച്ചിട്ട് എടുത്തത്. ഞാൻ കൊന്നിട്ടൊന്നും അല്ലാട്ടോ എടുത്തത്. നിങ്ങൾ ആരും സംശയിക്കൊന്നും വേണ്ട കേട്ടോ, കൊന്നിട്ടൊന്നും അല്ല എടുത്തത്. നമ്മൾ തരൂ ചോദിച്ചിട്ട് എടുത്ത്. അത് മറ്റേ ഫൂട്ടേജ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒരു ഡയമണ്ട് എടുത്തിട്ട് ഒരു ഷവലുണ്ടാക്കാം. ഈ ഷവലിന് ഒരു ഡയമണ്ട് അല്ലെങ്കിൽ ഒരു സാധനം ആവശ്യമുള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് 2 ഡയമണ്ട് ഒരു ഷവലിനൊക്കെ വേണം, അല്ലെങ്കിൽ 2 സാധനങ്ങൾ വേണമെന്ന് വിചാരിക്കും. ഇനി നമ്മുടെ അടുത്ത പരിപാടി നമ്മുടെ ഇവിടെ ഒരു എന്താ മുട്ടയൊക്കെ കിട്ടി വെച്ചിട്ട്
ഇവിടെ നമ്മൾ അടുത്ത പരിപാടി ഒരിതുണ്ടാക്കാനാണ് ഷുഗർ കെയിൻ ഫാം. അതിന് ഫസ്റ്റായിട്ട് തന്നെ ഒരു വാട്ടർ സോഴ്സ് എന്തപ്പത് വാട്ടർ സോഴ്സ് ഉണ്ടാക്കണം. ഇനി ഇതൊക്കെ കണ്ട് നിറച്ചാണ്ട് വെക്കണം. നിറച്ചിട്ട് ഞാൻ നിങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് ഇപ്പം കാണിക്കും. കുറച്ച് നേരം കൂടി കണ്ടാൽ മതി, എപ്പോൾ കാണിക്കും. കാണിച്ചു. ഓക്കെ, ഏകദേശം ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഒക്കെ നമുക്ക് ഓക്ക് സ്ലാബ് വയ്ക്കും. നിങ്ങളവിടെ നിന്ന് ആർക്കുണ്ടാകും തികയില്ല എന്ന്. ഞാൻ മണ്ടനല്ല, തികയില്ല എന്ന് എനിക്കറിയാം. വീണ്ടും ഉണ്ടാക്കണം, വീണ്ടും പോയി വെക്കണം. നമ്മുടെ വുഡ് ഇഷ്ടംമാരില്ലേ, ഇഷ്ടംമാരി പറഞ്ഞാൽ ഇഷ്ടംമാരിയൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് മുക്കാണ് ഞാൻ വുഡിനൊക്കെ വേണ്ടിയിട്ട്. ആൻഡ് നമ്മുടെ ഇവിടെ ഷുഗർ കെയിൻ ഫാമിൻ്റെ പ്ലോട്ട് റെഡിയായി. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ഷുഗർ കെയിൻ നടാൻ തുടങ്ങാം. ഇത് കുറച്ച് ഓവറായോ എന്നൊരു സംശയം. ഇല്ലാതില്ല, ഓവറായി എന്നാണ് ഞാൻ അവസാനമായിട്ട് നമ്മുടെ ജഡ്ജ്മെൻറ്റിൻ്റെ അവസാനമായിട്ട് പറയുന്നത്, ഓവറായി എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ലെയർ അങ്ങനെ അങ്ങോട്ട് വിടാം. പിന്നെ ഇവിടെ നമുക്ക് ഡെക്കറേഷനൊക്കെ ആഡ് ചെയ്തിട്ട് പുല്ലാക്കാം. നമ്മുടെ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ അല്ലേ, അതൊക്കെ നമുക്ക് വെട്ടിയെടുക്കാം. ഇവിടെ നിന്ന് നമ്മുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫുള്ള് മിക്കപ്പോഴും ഞാൻ സ്റ്റോറേജിലേക്കാണ് പോവുക. നമ്മൾ ഈ കുറച്ച് സ്റ്റോൺ എന്താ പോയി പറയുക, വോൾ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പോട്ട് ഉണ്ടാക്കി, അത് നമുക്ക് ഇവിടെ ആയിട്ട് വെക്കാം. ഈ പംകിൻ്റെ സൈഡിലായിട്ട് വെക്കാം. അതിൻ്റെ മണ്ടയിൽ 2 ലീഫ് നമുക്ക് വെക്കാം. ഓക്കെ, ആൻഡ് അതവിടെ നന്നായിട്ട് ഒതുങ്ങി നിന്നോളും. ഇനി ഇവിടെ ആയിട്ട് 2 പോട്ട് വെച്ചിട്ട് നമുക്ക് ഇതുണ്ട്, കോൺഫ്ലവറും പോപ്പി ഉണ്ട്, അത് രണ്ടും നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ലീഫ് ഉണ്ടല്ലോ, അത് 2 വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയാണ്. ആൻഡ് ഇവിടുത്തെ പരിപാടി ഏകദേശം കംപ്ലീറ്റായി. നമുക്ക് അപ്പർ സൈഡ് ഇതും കുറച്ചുകൂടി ഇത് വേണ്ടി വരും. പോട്ടും ക്ലേ പോട്ടൊക്കെ വേണ്ടി വരും. അത് നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കാം. ആദ്യം ഒരു ഡെക്കറേറ്റീവ് പോട്ട് ഉണ്ടാക്കാം, പിന്നെ ഒരു സാധാ പോട്ടും കൂടി ഉണ്ടാക്കാം. പിന്നെ കോബിൾ സ്റ്റോണിൻ്റെ മതിൽ വേണ്ടി വരുന്ന തോന്നുന്നു. ഓക്കെ ഗൈസ്, നമ്മുടെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, ഇപ്പം നമ്മുടെ ഷുഗർ കെയിൻ ഫാം ഇവിടെ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സന്തോഷമുണ്ട് പറയാനായിട്ട്, നമ്മുടെ ഷുഗർ കെയിൻ ഫാം റെഡി ആയിട്ടുണ്ടെന്ന്. ആൻഡ് അവസാനമായിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു വ്യൂ അങ്ങോട്ട് കണ്ടു. അവസാനമായിട്ടൊന്നല്ല, ഈ എപ്പിസോഡിൻ്റെ എൻഡിങ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വ്യൂ കണ്ടിട്ട് നമ്മൾ ഈ എപ്പിസോഡ് കൊണ്ട് നിർത്തണം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ എൻചാൻറ്റിങ് സെറ്റപ്പും ഉണ്ടാകണം. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് നിർത്തുകയാണെങ്കിൽ ഞാൻ അവിടെ എല്ലാവർക്കും ബൈ.